ഇതെന്താ ഇത്? എന്റെ മോളൊന്നും മിണ്ടുന്നേയില്ലല്ലോ. ഐ ലവ് യു ഫ്രണ്ട്. അയ്യോ, എത്ര ക്യൂട്ടായിട്ട് ഐ ലവ് യു എന്ന് പറയുന്നേ. ഐ ലവ് യു ചക്കരേ. ഇപ്പൊ വെറും വർത്തമാനം മാത്രമേ ഉള്ളൂ. സിഹയെക്കാട്ടിലും ഇഷ്ടം എന്നെയാണെന്നൊക്കെ പറയും. പക്ഷെ റിയാലിറ്റി വേറെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഭാര്യയെക്കാളും മകളോടാണല്ലോ ഇപ്പൊ സ്നേഹം. നീ എന്താ ഇപ്പൊ അങ്ങനൊക്കെ പറയുന്നേ? ഓ, സിഹിയെ ഞാൻ എന്റെ ഈ മടിയിൽ ഇങ്ങനെ ഇരുത്തേക്കുന്നോണ്ടാണോ? അതിനിപ്പോ എന്താ, എന്റെ ഈ സൈഡ് മുഴുവൻ കാലിയായിട്ടിരിക്കുക. നീ വേണമെങ്കിൽ വന്നിരുന്നോ. വാ സിഹി, നേരത്തെ ഞാൻ എന്തോരം സംസാരിച്ചതാണെന്നോ? അതിനൊന്നും ഒരു ഉത്തരവും തന്നില്ല, ഒന്ന് ചിരിച്ചത് പോലും ഇല്ല. ഇപ്പൊ കണ്ടോ അവൻ ചിരിച്ചോണ്ടിരിക്കുന്നത്? സീത, എന്റെ മകളോടൊന്നും സംസാരിച്ചപ്പോ എന്റെ മൂഡ് പകുതി ശരിയായി. ഇനി നീ കൊണ്ടുവന്ന കോഫിയും കൂടെ കുടിക്കുമ്പോ പൂർണ്ണമായിട്ടും ശരിയാവും. കുടിക്കട്ടെ. താങ്ക് യു. സിഹി, ഇത് കണ്ടോ നിന്റെ ഫേവറേറ്റ് ഗ്ലാസ്? സീതമ്മ, ഞാൻ ഈ ഗ്ലാസ് എത്ര മിസ് ചെയ്തെന്ന് അറിയോ? താങ്ക് യു സോ മച്ച് സീതമ്മ. പതുക്കെ മോളെ, ചൂടുണ്ടാവും. സീതമ്മ, ഇതെങ്ങനെയാ കിട്ടിയേ? ഞാൻ സിഹിയെ ഒരുപാട് മിസ് ചെയ്യുന്നു പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഓടി വന്നു. ഓ, ആണോ? അല്ലാതെ മഴവെള്ളത്തിൽ ഒലിച്ചു വന്നല്ല. നമ്മളന്ന് വീട്ടിൽ പോയില്ലേ, അന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാ. കൊണ്ടുവന്ന കാര്യമാണെ മറന്നും പോയി. താങ്ക് യു സോ മച്ച് സീതമ്മ. താങ്ക് യു സോ മച്ച് സീതമ്മ. നിങ്ങൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? ഒന്ന് ടേസ്റ്റ് ചെയ്തത് പോലും ഇല്ലല്ലോ. കോഫി ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോ തന്നെ മനസ്സിലാവും ഇതിന് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ആ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഓ, താങ്ക്സ്. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ പാല് കുടിക്കാൻ ഈസിയാ. അതേപോലെയുള്ള ഗ്ലാസ്സിൽ പാല് കുടിക്കാൻ നിന്നാ അത് എങ്ങാനും താഴെ വീണ് ഉടഞ്ഞു പോകുന്നു വിചാരിച്ച് പാല് കുടിക്കുന്നതേ അറിയില്ല. അതെ മോളെ, സ്റ്റീൽ ഗ്ലാസ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലേ? ഓ അതെ അതെ അതെ. നിങ്ങളുടെ വീട്ടിലെ കോഫി ഗ്ലാസ്സിലെ കോഫി കുടിച്ചാ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാ. ഈ ഗ്ലാസ്സിൽ കുടിക്കുമ്പോ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. നാളെ മുതൽ എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ മതി. ശരി, ആയിക്കോട്ടെ. റാം, സിഹിയോട് സംസാരിച്ചപ്പോ നിന്റെ മനസ്സ് നോക്കിയായോ? അതെന്ത് സീക്രട്ട് ആണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? സീക്രട്ട് ഒന്നുമല്ല, പറയാൻ താല്പര്യമില്ലാത്തോണ്ടാ. എന്റെ മൂഡ് നശിച്ചെന്ന് കരുതി നിന്റെ മൂഡ് ഇല്ലാതാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. പക്ഷെ ഇപ്പോ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് ചാന്ദിനി. അവളെ ജോലി ഞാൻ പറഞ്ഞോട്ടില്ലേ, അതിനെന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ കാര്യം പറഞ്ഞ് നിന്നെയും കോൾ ചെയ്യാൻ ട്രൈ ചെയ്തതാ. ദയവ് ചെയ്ത് അവിടെ കോൾ വന്ന് എടുക്കാൻ നിൽക്കരുത്. പ്ലീസ് ഇഗ്നോർ. എനിക്കോ? ഫോർഗെറ്റ് ഇറ്റ് സീത. ചാന്ദിനിക്ക് ഞാൻ കാരണം ഹേർട്ട് ആയിട്ടുണ്ടാവും. ഹലോ, നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കാരണമാണ് അവളുടെ ജോലി പോയെന്നൊന്നും ദയവ് ചെയ്ത് വിചാരിക്കാൻ നിന്നക്കല്ലേ. ഫോർഗെറ്റ് സീത. നമ്മളുടെ ഇടയിൽ ആർക്കും വരാൻ സാധിക്കില്ല. അഥവാ ആരെങ്കിലും വന്നാൽ അവർക്കിടമുണ്ടാവില്ല. ബഡ്ഡി ബംഗാരി അമ്മാൻറ്റി പറഞ്ഞതുപോലെ ഞാൻ ഇവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ലേ? അഞ്ജലി, എന്താ നിനക്ക് പറ്റിയത്? അല്ല, മണി 10 ഉടനെ നീ തലേന്ന് എടുത്തു വെച്ച് കിടന്ന് ഉറങ്ങുന്നതാ. പക്ഷെ ഇന്ന് നീ എന്താ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നേ? ഒന്നുമില്ല, നാളെ പേഷ്യന്റിന്റെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് കുറച്ചധികം നോക്കാനുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. ഞാനൊന്ന് ഒരു റൗണ്ട്സ് ഒക്കെ ഇറങ്ങിയിട്ട് വരാം. ഇവളെന്തിനാ ഇപ്പൊ എന്റെ പുറകെ വരുന്നത്? എന്താ ഇവളുടെ പ്രശ്നം? ഞാനെന്ന് വെച്ചാ അവൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാനാണെങ്കിൽ ബുദ്ധിമുട്ട്, പോയി ചാവ്. എനിക്ക് എന്തായാലും ഇവളുടെ കമ്പനി മടുത്തിട്ടുണ്ട്, നാശം പിടിക്കാനായിട്ട്. നാളെ ഇനി ഇവളുടെ ചേട്ടന്മാർ വന്നും എന്തിനാ ഞങ്ങളുടെ പെങ്ങളുടെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചാ ഞാൻ പോയതൊന്നുമല്ല, നിങ്ങളുടെ പെങ്ങൾ എന്റെ പുറകെ വന്നാന്ന് പറയാൻ പറ്റുമോ? ഇവരിത് എങ്ങോട്ട് പോയി?
വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ വരുന്നത്? ഓൾറെഡി നിന്റെ ചേട്ടന്മാരെന്നെ തല്ലി ചതച്ചതാ. ഇനി കൊന്നാലേ സമാധാനം കിട്ടൂ. നോക്ക്, നിന്റെ സംശയം എന്ത് തന്നെയാണെങ്കിലും അത് നീയായിട്ട് തന്നെ തീർക്കണം. നിന്റെ ചേട്ടന്മാരെന്നെ തിരഞ്ഞു വന്നടിച്ച് നിന്നിൽ നിന്നും അകറ്റിയതാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ചേട്ടന്മാരെ പോയി കണ്ട് എന്നെ തലങ്ങും വിലങ്ങും അടിച്ചില്ലേ, അത് സത്യമാണോ കള്ളമാണോ എന്ന് പ്രൂവ് ചെയ്യ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് സംസാരിച്ചോളാം. ആ അഞ്ജലി ഏട്ടന്റെ പുറകെ വന്ന ആ രാമനെ കാണാതെ ഞാൻ പേടിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ. എന്തൊരു വിധിയായത്. സമാധാനമേ ഇല്ല. എന്റെ സമാധാനം ഇല്ലാതാക്കിയത് ആരാണോ അവർക്കാർക്കും സമാധാനം ഉണ്ടാവരുത്. സമാധാനം കൊടുക്കില്ല. ആ സീത, രാമൻ, അശോകൻ, അഞ്ജലി, പഞ്ജലി ആർക്കും സമാധാനം ഉണ്ടാവില്ല. ഇത്രയൊക്കെ സംഭവിച്ച ആ സീത കാരണമാ. അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്നൊരു പക്ഷേ ആ രാമനെ പേടിച്ചായിരിക്കും ഞാൻ ജീവിക്കുന്നേ. എന്നാ ഇനി ഒരിക്കല് ആ രാമൻ ഈ രുദ്രപ്രതാപ് എന്ന പേര് കേട്ടാ തന്നെ ആ രാമൻ പേടിച്ച് നിലവിളിക്കണം. കാണിച്ചു തരാൻ ഞാൻ കാണിച്ചു തരാം. രാത്രി ഇത്ര നേരമായി ഇപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നാ. ഉറക്കമൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാലും റീൽസ് നോക്കി ഇരുന്നോളൂ. ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത് നിന്റെ ഫോണാ. ഫോൺ വന്നോണ്ടിരിക്കുന്നത് നിനക്കാ. ഈ നേരത്ത് ആരാടി നിന്നെ ഫോൺ ചെയ്യുന്നത്? ആ, ആരുടെങ്കിലും ഫോൺ വന്നാലല്ലേ നിങ്ങൾക്ക് ഒരു ഭാര്യയുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും. ഫോണൊന്നും എടുത്താൽ എന്താ ഇവർക്ക്? ഇത്ര വേഗം ഉറങ്ങിയോ? ഇവിടെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടതാ. നീയൊക്കെ ഉറങ്ങിപ്പോയോ? ഫോൺ റിസീവ് ചെയ്യടാ. ഫോൺ റിസീവ് ചെയ്യടാ. 420? ആരാടി ഇത് 420? ഹലോ മിസ്റ്റർ 420, ആരാടാ നീ? എന്റെ ഭാര്യ ഫോണിൽ വിളിക്കുന്നതിനാ? അതും ഈ നേരത്ത്? മറ്റൊരാളുടെ ഭാര്യക്ക് അസമയത്ത് ഫോൺ ചെയ്യുന്നോടാ. മര്യാദ കേട്ടോനെ. ഫോൺ വെച്ചിട്ട് പോടാ. വെക്കാൻ പോരെ. അവൻ പേടിച്ചു. ഫോൺ ചെയ്ത ആരാന്നറിയോ? ആരാ? നിങ്ങളുടെ മുതലാളി ആർപി. ആർപിയോ? അറിയാതെ പറഞ്ഞതാ. പറഞ്ഞു കഴിഞ്ഞില്ലേ? ശ്രീമന്ത്രമാർമണ ഗോവിന്ദാര്യ ഗോവിന്ദ. അയ്യോ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. 420 എന്നെയാണോ 420 എന്ന് വിളിച്ചത്? ഇത്ര വേഗം ഞാൻ ആരാണെന്നുള്ള കാര്യം മറന്നോ? ഓർമ്മിപ്പിക്കാം. ഈ രുദ്രപ്രതാപ് ആരാണെന്ന് ഞാൻ ശരിക്കും ഓർമ്മപ്പെടുത്തി തരാം. എന്റെ കൊച്ചുമോനും അവന്റെ ഭാര്യയും നോക്കിയിട്ട് തീരുമാനിച്ചോളൂ. ആ, ശരി ശരി, ആയിക്കോട്ടെ. താങ്ക് യു, താങ്ക് യു. അച്ഛാ, എന്താ എന്നോട് വരാൻ പറഞ്ഞത്? അതെ, വർഷാവർഷം ചാരിറ്റി എന്ന് പറഞ്ഞ് സ്കൂളിലും കോളേജിനൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും സ്കൂളിൽ സീറ്റില്ലെന്ന് പറയും അവര്. ഞാൻ ആ ദത്താത്രേയനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓർമ്മയില്ലേ? നിന്റെ കൂടെ പഠിച്ചതാണ്. ഓ, മനസ്സിലായച്ചാ. അവൻ ദത്താ. അവന് ശരിക്കും ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. കുമ്പിടിന്നാ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നേ. ഇപ്പോ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല പേരൊക്കെ ഉണ്ടച്ചാ. നീയും കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടായിരുന്നു നിനക്കും. ഇത് പറയാൻ വേണ്ടിയാണോ അച്ഛൻ വിളിച്ചേ? അതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
നീ ആ ദത്താത്രേനോട് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കും. നമ്മുടെ സിഹിക്ക് സ്കൂളൊന്ന് മാറണ്ടേ. നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട് അവളുടെ പഠിത്തത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. പാവം. അല്ല അച്ഛാ, ഇതിനൊക്കെ നമ്മുടെ രാമനും സീതയൊക്കെ സമ്മതിക്കുവോ? അല്ല അതല്ല, സിഹി തന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിച്ചില്ലല്ലോ, അതാ ചോദിച്ചത്. രാമനും സീതയൊന്നും ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരെ തീരുമാനിക്കാൻ വിട്ടാ ഈ കഥ ഇപ്പൊന്നും തീരില്ല. ഭാർഗവി പറഞ്ഞ പോലെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം. സിഹിയെ അങ്ങനെ ദൂരെ സ്കൂളിലാക്കാൻ എനിക്കും ഇഷ്ടമില്ല, വിഷമമുണ്ട്. പക്ഷേ അവൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണ്ടേ? ഈ വീട്ടിൽ താമസിച്ച അവളുടെ ജീവന് അപകടമുണ്ടെന്ന് ജ്യോതിഷം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആദ്യ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കുക, ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. ആയിക്കോട്ടെ അച്ഛാ. ഭാർഗവ്, നീ ശരിക്കൊരു ഇന്റർനാഷണൽ പ്ലെയറാ മോളെ. അച്ഛന്റെ തല നീ കൃത്യമായിട്ട് തിരിച്ചില്ലേ? ഭേഷ്, സമ്മതിച്ചു നിന്നെ. കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ, ഭേദമായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നിങ്ങളുടെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താലോ? ആയിക്കോട്ടെ. പ്രകാശ് സാറേ, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. സൂര്യകിരണങ്ങളെ ദേഹത്ത് പതിച്ചാ നിങ്ങൾക്ക് വിറ്റമിൻ ഡി കിട്ടും. നിങ്ങൾ പുറത്തു പോയിരുന്നോളൂ. ഓക്കെ മുത്തശ്ശ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ശരി മോളെ. സീത എന്താ പച്ചക്കറി അരിയാണോ? ഇങ്ങതാ ഞാൻ അറിയാം. കുഴപ്പമില്ല മേമ, ഞാൻ അറിഞ്ഞോളാം. രാമു അച്ഛനും സിഹിയുടെ സ്കൂളിലുള്ള പ്രോപ്പർട്ടി നോക്കുക. നീയും പോയി നോക്ക്, അതാ നല്ലത്. പ്രോപ്പർട്ടീസോ? ഓ, പ്രോസ്പെക്ടസ് ആണോ? ആ അതെ അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. പോയി നോക്കി ഫൈനലൈസ് ചെയ്തു സീതേ? അല്ല മേമ, സിഹീനെ വേറെ സ്കൂളിലേക്ക് മാറ്റുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ. വേറെ സ്കൂളിൽ ചേർക്കണമെന്ന് അച്ഛൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. നീ ഇതെന്താ ഒന്നും അറിയാത്ത പോലെ നിക്കുന്നേ? സ്കൂളിന്റെ കാര്യം മുത്തശ്ശനും എത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നോ? എന്താ സീതേ, എന്തു പറ്റി? മേമ, ഇടയ്ക്ക് വെച്ച് സ്കൂൾ നിർത്തിയ സിഹിക്കും അത് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഓഫീസിലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഹോം സ്കൂളിംഗ് നടത്തി എനിക്ക് തന്നെ എന്റെ മോള് പഠിപ്പിച്ചൂടെ? ആണോ? നീ പഠിപ്പിക്കോ? ഈ ഐഡിയ കൊള്ളാലോ. പക്ഷെ അച്ഛൻ അവിടെ സ്കൂളൊക്കെ ഫൈനലൈസ് ചെയ്തോണ്ടിരിക്കുക. സീതേ, ഒന്ന് പോയി നോക്ക്. ആ പിന്നെ ഞാൻ വന്ന് പറഞ്ഞ കാര്യം അവിടെ പറയല്ലേ പ്ലീസ്? ശരി മേമ, ഞാൻ പോയി നോക്കട്ടെ. ഓ, ഈ അടുക്കള എന്റെ കൈ വിട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി, രുദ്രപ്രതാപ് എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ? അവര് രാത്രി തന്നെ എങ്ങോട്ടോ പോയി. ചോദിച്ചിട്ടൊന്നും പറഞ്ഞൂല. എന്തിനാ? എന്തു പറ്റി? അറിയില്ല മേഡം. ഇങ്ങനെ നിന്ന നിപ്പിൽ എന്തിനാ പോയത്? ചിലപ്പോ ഞാനിവിടെ നിൽക്കുന്ന കാരണം കൊണ്ടാവും. അതിനു മാത്രം ഞാനെന്താ അവരെ ചെയ്തത്? ഞാൻ കാരണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിന്ന് തോന്നുന്നു. ഹലോ, സീതയുടെ വീടിന്റെ ലോൺ ഡോക്യുമെന്റ്സ് ഒക്കെ ഇല്ലേ? അതെന്റെ പഴയ ഓഫീസിലായിരുന്നു. നോക്ക്, അതിന്റെ പഴയ കോപ്പി എടുത്ത് സിഗ്നേച്ചർ കോപ്പി എനിക്ക് അയക്ക് ഇമ്മീഡിയറ്റ്ലി. വേഗം അയക്ക്. മോശം. ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നേ? പച്ച മലയാളത്തിൽ പറഞ്ഞ ഇവക്ക് മനസ്സിലാവില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ബ്ലോക്ക് ചെയ്യുന്നതാ നല്ലത്. ഇത്രയും നേരം എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ഇപ്പതേ കണക്ട് ആവുന്നേ ഇല്ല.
ഇവളോട് ഞാൻ സംസാരിക്കണം അത്രേ. ഇവളോടിരുന്ന് സംസാരിക്കാൻ ഞാൻ ആരാ ഇവളുടെ ലവറോ? ഡീ, നിന്റെ ചേട്ടന്മാരെനിക്ക് തന്ന വേദനയ്ക്ക് നീയും വേദന അനുഭവിക്കും മോളെ. നീയും വേദന അനുഭവിക്കണം. ഞാൻ എന്ന് സംസാരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നോ അപ്പോഴേ നിനക്കും എന്നോട് സംസാരിക്കാൻ കഴിയൂ. മനസ്സിലായോ? നല്ല സ്കൂളാടാ. ഇന്ന് തന്നെ പോയിട്ട് നോക്കിയിട്ട് വാ. എന്തു പറ്റി? ഒന്നും പറയാത്തത് എന്താ? മുത്തശ്ശ, സിഹി വളരെ ചെറിയ കുട്ടിയാ. അവളെ ഇത്രയും ദൂരത്തേക്ക് ഇവിടെ നയിക്കുന്നത് എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. അവള് നമ്മുടെ കൂടെ ഉള്ളത് നല്ലത്. രാമ, നീ ഇതുപോലെ ബോർഡിംഗ് സ്കൂളില് പഠിച്ചു വളർന്നവനല്ലേടാ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ നിന്നെ സഹായിച്ചില്ലേ അത്? സിഹിക്കും അത് തന്നെ സംഭവിക്കും. കൂടാതെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ സമയത്ത് കുറച്ച് പ്രൈവസിയും കിട്ടും. ഞാനിതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലെത്തിയത്. അല്ല മുത്തശ്ശ. വാ മോളെ വാ. കുടിക്കാൻ കോഫി കൊണ്ടിരുന്ന് കരുതിയപ്പോ വെറും കൈയോടെ വന്നതെന്താ? മുത്തശ്ശ, അത് മേമ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ കൊണ്ടുവരും. അയ്യോ, ഞാനേ സാധനം ഉണ്ടാക്കുന്ന കോഫി ഇത്ര നാളും കഴിച്ചതല്ലേ മോളെ. നീ ഉണ്ടാക്കുന്ന കോഫി കഴിക്കാൻ എനിക്ക് ഇപ്പൊ ആഗ്രഹം. ശരി മോളെ, നീ ഒന്നേ ഒരു കോഫി ഉണ്ടായിക്കൊണ്ടുവരുമോ? മുത്തശ്ശ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു മോളെ. സിക്ക് വേറെ സ്കൂൾ നോക്കുന്നെന്ന് കേട്ടു. ഈ വർഷം ഞാൻ അവൾക്ക് ഹോം സ്കൂളിംഗും കൊടുത്തോട്ടെ? ഓ, അങ്ങനെയൊന്നുണ്ടോ? ശരി, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നിട്ട് കുഞ്ഞിനെയും പഠിപ്പിച്ചോണ്ടും ഇരുന്നോ. ശ്രേയസേ, ശ്രേയസേ, സ്കൂളിലേക്ക് ഇറങ്ങിയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശ്രേയസ്, ശ്രേയസ്, ഇങ്ങനെ പേപ്പറും പിടിച്ചോണ്ടിരുന്നാ മതിയല്ലോ. തൊണ്ട പൊട്ടുന്നത് പോലെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക. ശ്രേയസ്, ശ്രേയസ് എന്ന്. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടോന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? സിഹിക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തയക്കണായിരുന്നു. എന്താ നിന്റെ പ്രശ്നം? സിഹി അതിനെവിടെ ഇല്ലല്ലോ, അവള് രാമന്റെ വീട്ടിലല്ലേ. ഇനിയിപ്പൊ ഒന്നുകൂടെ പറയണോ ഞാൻ? എന്താ മുത്തശ്ശി? ശ്രേയസ്, സിഹിക്ക് ഭക്ഷണം ഒന്ന് കൊണ്ടു കൊടുക്കുമോ മോനെ? എന്ത്? സിഹിക്കോ? സിഹി അതിനിപ്പോ സ്കൂളിലേക്ക് വരാറില്ല മുത്തശ്ശി. അയ്യോ, സിഹിക്ക് എന്താ പറ്റിയ മോനെ? എനിക്കതൊന്നും അറിയില്ല. സ്കൂളിലേക്ക് പോവാൻ ലേറ്റ് ആവുന്നു. ഞാൻ പോവാ മുത്തശ്ശി. എന്തു പറ്റിയാവോ? സിഹി എന്താ സ്കൂളിൽ പോവാത്തത്? സിഹിക്ക് എന്തെങ്കിലും വയ്യാഞ്ഞിട്ടായിരിക്കോ? ഞാനൊന്ന് വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ, അതൊന്നും ശരിയാവില്ല. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. അവക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോന്ന് വിളിച്ച് ചോദിക്ക്. വേണ്ട ഏട്ടാ. അതിനെന്താ? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സീത നമ്മളെ വിളിച്ചറിയിക്കില്ലായിരുന്നോ? ഒരു പ്രാവശ്യം ഫോൺ ചെയ്തൊന്ന് ചോദിച്ചാലെന്താ? അയ്യോ, നമ്മൾ ഫോൺ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. സീത ഫോൺ ചെയ്യുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പിടിക്കേ. പാവം കുഞ്ഞിന് എന്താണാവോ? പനിയോ വല്ലതും ആയിരിക്കോ ആവോ? സീത, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ മോളെ? നോക്ക്, നല്ല സ്കൂളാ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പോയി നോക്കി കൊള്ളാവുന്നുണ്ടെങ്കിൽ പോയി അഡ്മിഷൻ എടുക്കുക. ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. സീത, നീ എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ മോളെ എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല. നിങ്ങളിതെന്ത് ഭാര്യയും ഭർത്താവാടാ? അയ്യോ, നിങ്ങള് പോകൂ വരൂ. അയ്യോ, ഇതൊന്നും കേട്ടിട്ട് എനിക്ക് അത്ര സൂഹിക്കുന്നില്ല മോളെ. നിങ്ങൾ രണ്ടുപേരും സമാനമാണെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ സീത, നീ എന്റെ കൊച്ചുമോനെ എടാ പോടാന്നൊക്കെ വിളിക്കണം. അതിനൊന്നും എനിക്ക് എതിർപ്പില്ല.
എന്റെ ഭാർഗവിയെ കണ്ടില്ലേ? അവള് ഭർത്താവിനോട് പെരുമാറുന്നത് കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാ വേണ്ടത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇവന്റെ മുഖം കണ്ട എന്തിനാ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? മുത്തശ്ശ, ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ച ശീലം. റാം വേണമെങ്കിൽ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചോട്ടെ, പക്ഷേ എനിക്ക് റാമിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല മുത്തശ്ശ. നോ നോ മുത്തശ്ശ, ഞാനിപ്പോ എങ്ങനെയാണ് അവളെ വിളിക്കുന്നത് എനിക്ക് അതിനെ പറ്റുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ഫോർ മീ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ബഹുമാനം കൊടുത്ത് സംസാരിച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ അകൽച്ചയുണ്ടെന്നേ കാണുന്നവർക്ക് തോന്നും. ഈ വയസ്സായ മുത്തശ്ശനെ ഈ പ്രായത്തിൽ നീ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ? ആദ്യം നിങ്ങൾ ആ സ്കൂളിലേക്കൊന്ന് പോകും. അതൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടി ഒന്ന് പോയി കറങ്ങിയിട്ട് വാ. വചനത്തിൽ സംസാരിക്കാൻ പഠിക്കണം, മനസ്സിലായോ? സീത, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോ. പറഞ്ഞത് മനസ്സിലായില്ലേ? വരൂ റാം. മുത്തശ്ശ, അത് എനിക്ക് പെട്ടെന്ന്. റാം വാ. മുത്തശ്ശ പ്ലീസ്, എനിക്ക് റാമിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. സീത, നീ ചെല്ല, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ചെല്ല. കൊള്ളാം. സീത, നീ പോ, ഞാൻ വരാം. सीता रामा ओ सीता